വയനാട് വണ്ടിക്കടവിലെ പ്രശ്നക്കാരനായ കടുവ കൂട്ടിലായി. രാത്രി 1:30-ഓടെയാണ് കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. ഇതിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിനു ശേഷം വേണ്ട ചികിത്സ കൊടുക്കും. ഇതിന്റെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് ഇതിനെ തിരിച്ച് കാട്ടിലേക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കടുവയായിട്ട് തോന്നുന്നില്ല. പിന്നെ മാത്രമല്ല, ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് കാറ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള കടുവയും കൂടിയാണ്. അപ്പം രാത്രി 1:30-ഓടുകൂടിയാണ് കടുവ കൂട്ടിൽ പെട്ടത്. അപ്പോൾ തന്നെ ലൈവ് ക്യാമറയിൽ കാണുകയും അപ്പോൾ തന്നെ സ്റ്റാഫ് സ്ഥലത്തെത്തുകയും പിന്നീട് അതിൻ്റെ ഫയൽ ചിത്രങ്ങളും മറ്റുമൊക്കെ നോക്കിയിട്ടാണ് കടുവയാണ് ഈ WWL48 എന്നുള്ള ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കടുവയാണെന്നുള്ളത് മനസ്സിലാക്കിയത്. എം കമൽ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. കമൽ, പ്രദേശത്തെ വലിയൊരു ആശങ്കയാണ് ഒഴിഞ്ഞത്. തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? സന്ധ്യ, വലിയൊരു ആശങ്ക തന്നെയാണ് ഒഴിവായത്. കാരണം കഴിഞ്ഞ ആഴ്ചയാണ് ആദിവാസി മൂപ്പനായ മാരൻ എന്ന കൂമനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. വണ്ടിക്കടവിന് സമീപത്ത് കർണാടകയിലെ ബന്ദിപ്പൂർ വനാതിർത്തിയോട് ചേർന്നാണ് കൂമനെ കൊലപ്പെടുത്തിയത്. അന്ന് തന്നെ വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിക്കുകയും ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഏത് കടുവയാണെന്നൊന്നും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ നിരവധി ലൈവ് ക്യാമറ ട്രാപ്പുകളും മറ്റ് ക്യാമറകളും സ്ഥാപിച്ചാണ് വനംവകുപ്പ് ഈ പ്രശ്നക്കാരനായ കടുവയെ കണ്ടെത്തിയത്. വയനാട് വന്യജീവി സങ്കേതത്തിലെ WWL48 എന്ന പേരിട്ട കടുവയാണ് എന്ന് തിരിച്ചറിഞ്ഞു. ഏതാണ്ട് 14 വയസ്സ് പ്രായമുള്ള ആൺകടുവയാണിത്. 2016 കടുവ സെൻസസിലാണ് ആദ്യമായി ഈ കടുവയുടെ ചിത്രങ്ങൾ ലഭിക്കുന്നത്. പിന്നീട് 2018 വരെ വയനാട് വന്യജീവി സങ്കേതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ കുറെ കാലമായി ഈ കടുവയുടെ ചിത്രങ്ങൾ ലഭിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ ഈ മാസം തന്നെ കടുവ ചെതലയത്ത് കന്നുകാലിയെ പിടിച്ചതായി വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ പിടികൂടിയതായി ആദ്യം കണ്ടെത്തി. പിന്നീടാണ് ഈ മനുഷ്യന് നേരെ ആക്രമണം ഉണ്ടായത്. ആ സാഹചര്യത്തിലാണ് കൂട് സ്ഥാപിച്ചത്. എന്താണെങ്കിലും ഇപ്പോൾ കടുവയെ പിടികൂടി അനിമൽ ഹോസ്പൈസ്, കടുവകളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമുണ്ട് വനംവകുപ്പിന് കുപ്പാടിയിൽ. അവിടെ അനിമൽ ഹോസ്പൈസിലേക്ക് കടുവയെ മാറ്റിയിട്ടുണ്ട്. നല്ല പ്രായമുണ്ട്. 14 വയസ്സ് എന്ന് പറയുന്നത് കടുവയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ് പ്രായം. അതുകൊണ്ട് തന്നെ ഇനി തുറന്നു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. മൃഗശാലയിലേക്കോ മറ്റോ മാറ്റുന്നുണ്ടെങ്കിൽ ആ കാര്യം ആലോചിച്ച് തീരുമാനിക്കും. എന്തായാലും കടുവയെ പിടികൂടാൻ കഴിഞ്ഞത് വനംവകുപ്പിനെ സംബന്ധിച്ചും നാട്ടുകാരെ സംബന്ധിച്ചും വലിയ ആശ്വാസമാണ്. തീർച്ചയായും ദേവർഗതയിലെ ആദിവാസി മൂപ്പനെ കൊന്നത് ഇതേ കടുവ തന്നെയാണ് എന്നതാണ് വനംവകുപ്പിന്റെ സ്ഥിരീകരണം. ഇന്നലെ 1:30-ഓടെയാണ് കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാകുന്നത്. വന്യജീവി സങ്കേതത്തിലെ WWL48 എന്ന കടുവയാണ്, 14 വയസ്സുള്ള ആൺകടുവയാണ് പിടിയിലായിരിക്കുന്നത്. എന്തായാലും പ്രായാധിക്യമുള്ളതിനാൽ കടുവയെ തുറന്നുവിടില്ല എന്നതാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കടുവയെ കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എം കമലാണ് വിവരങ്ങൾ നൽകിയത്.